ഇവിടെയാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത്. അതാണ് ബെഞ്ചിയോട് എനിക്ക് ചോദിക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചോളം വചനം മാംസം പുത്രനായ ദൈവത്തിന്റെ ശരീരമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ പുത്രനായ ദൈവത്തെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇറങ്ങിയിട്ടു. ഞാൻ ജസ്റ്റ് സീച്ചായി വന്നുകൊണ്ട് ചോദിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. നിങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു. വെരി നൈസ് ടോക്കിംഗ് ടു യു ഓൾ. CCC 253 254 വായിക്കാൻ ടൈം കിട്ടുന്നവരൊക്കെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. സീ യു. ബൈ. ഗോഡ് ബ്ലെസ്. ഇല്ല ഒരിക്കലും ഇല്ല. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ആണ്. അപ്പം ഞാൻ ബെഞ്ചി ഈ വിഷയം ഇന്നിപ്പോ ഞാൻ അതിന് മറുപടി തരുന്നില്ല. താങ്കൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് 100% തെറ്റാണ് താങ്കൾ പറയുന്നത്. പിന്നെ ഇനി റെഫറൻസ് വെച്ച് നമുക്ക് പിന്നെ ഒരിക്കലും സംസാരിക്കാം. അത്ര എനിക്ക് പറയാം. ഞാനൊരു അമിക്കബിൾ സൊല്യൂഷൻ പറയാം. ടിസം ബ്രദറിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ടിസം ബ്രദർ ട്രിനിറ്റിയാണ് ഭക്ഷിക്കുന്ന സഹോദരൻ പറയുവാണെങ്കിൽ അല്ല, അത് വിട്ടേ വേണ്ട. അത് നമുക്ക് പറയാന്നേ. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പുള്ളി പറഞ്ഞിട്ട് താങ്കള് ഈ യേശുക്രിസ്തു തന്നെയാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഇൻസപ്പറബിൾ ആയ ട്രിനിറ്റിയെ താങ്കൾ എന്ത് ചെയ്തു? അതാണ് അതിന്റെ തിയോളജിക്കൽ പ്രശ്നം. അതാണ് ക്രിസ്റ്റോളജിക്കൽ പ്രശ്നമാണ് ടിസം ബ്രദറിനുള്ളത്. ഞാനത് പറയാം. അതായത് അതുകൊണ്ട് അത് കാൽസിഡോൺ കൗൺസിൽ കൃത്യമായിട്ട് വായിച്ചാൽ മതി. ഈ വിഷയം ഈ കൺഫ്യൂഷൻ ടിസം ബ്രദറിന് മാറും. എന്താണ് യേശുക്രിസ്തു എന്നുള്ള വ്യക്തി ആരാന്നുള്ളത് വ്യക്തമാകും. ട്രിനിറ്റിയുമായിട്ടുള്ള പെരിക്രോസിലുള്ള ബന്ധം എന്താന്നുള്ളത് അന്നേരം മനസ്സിലാവും. കാൽസിഡോൺ കൗൺസിൽ വായിച്ചാൽ മാത്രം മതി. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാല് ഇതേ സെയിം ക്വസ്റ്റ്യൻ പലയിടത്തും അങ്ങനെ ചോദിക്കാൻ പറ്റും. കുരിശിൽ മരിച്ചത് കർത്താവായ യേശുക്രിസ്തു അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ കുരിശിൽ സഫർ ചെയ്തത് പിതാവും പരിശുദ്ധാത്മാവും സഫർ ചെയ്തതും ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഇല്ല. ഡോഗ്മാറ്റിക് തിയോളജിയിൽ പിതാവും സഫർ ചെയ്തു എന്ന ഡോഗ്മാറ്റിക് തിയോളജിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേക്ക് പറയട്ടെ, ഞാൻ പറയട്ടെ. ബാറ്ററി പാസിനിസം എന്നുള്ള ഹെറസിയാണ് പിതാവും സഫർ ചെയ്തത്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ആണവൊന്ന് പറഞ്ഞോട്ട് നമുക്കിതൊരു സൊല്യൂഷൻ പറഞ്ഞു. ആണവൊന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് തർക്കം വേണ്ട. ടിസം ബ്രദറിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടിസം ബ്രദർ പറഞ്ഞിട്ട് പൊക്കോട്ടെ. ബെഞ്ചി ബ്രോ അത് എതിർക്കണ്ട എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം വെക്കാം. അതായത് ഈ വിഷയത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സഫറിങ്സിനെ പറ്റി ആയാലും ഈ പറയുന്ന യൂക്കറിസ്റ്റിനെ പറ്റി പറഞ്ഞാലും അതെല്ലാം കർത്താവും ഇപ്പം ട്രിനിറ്റിയും സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ പിതാവും സഫർ ചെയ്തു പരിശുദ്ധാത്മാവും സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഹെറസി ആയിട്ട് സഭ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ട് അതിനാണ് പാട്രി പാസിനിസം എന്നുള്ള ഹെറസി. മനസ്സിലായി? അപ്പൊ അത് അങ്ങനെ പിതാവ് ഒരിക്കലും സഫർ ചെയ്തിട്ടില്ല, പരിശുദ്ധാത്മാവ് സഫർ ചെയ്ത് പുത്രനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ വിഷയം വളരെ ഗഹനമായിട്ട് പറയാനുള്ളതാണ്. എനിക്ക് ടിസം ബ്രദറിനോട് പറയാനുള്ളത് കാൽസിഡോൺ കൗൺസിൽ വായിക്കുക. കാൽസിഡോൺ കൗൺസിൽ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരം സഭ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ റെഡിയാണ് ഈ വിഷയത്തെ പറ്റി. എനിക്കൊരു വിഷയമില്ല. പക്ഷെ ഇത് വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള അപ്പൊ അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് ഹെറസിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഹെറസിയായിട്ട് സഭ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. AD 400 ഡിക്ലെയർ ചെയ്ത ഹെറസിയായിട്ട്. ഓക്കെ, അത് തർക്കമില്ല. അത്